എല്ലാവർക്കും നമസ്കാരം. ചരിത്രത്തിൽ ഏറ്റവും അധികം വായിക്കപ്പെട്ട എന്നാൽ അതേസമയം തന്നെ ഏറ്റവും അധികം ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യപ്പെട്ടിട്ടുമുള്ള ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. നൂറ്റാണ്ടുകളായി ശാസ്ത്രജ്ഞന്മാരും ചരിത്രകാരന്മാരും യുക്തിവാദികളും ഇതിന്റെ ഓരോ വാചകങ്ങളെയും സൂക്ഷ്മമായി പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. പലരും ബൈബിൾ വെറുമൊരു സാങ്കല്പിക കഥയാണോ അല്ലെങ്കിൽ കേട്ടുപഴകിയ മിത്തുകളോ മാത്രമാണെന്ന് എഴുതിത്തള്ളി. എന്നാൽ ആധുനിക ശാസ്ത്രം പുരോഗമിക്കും തോറും മണ്ണിനടിയിൽ നിന്നും പുരാതന ചരിത്രത്തിന്റെ അവശിഷ്ടങ്ങൾ പുറത്തു വരുംതോറും അത്ഭുതകരമായ ഒരു സത്യം തെളിഞ്ഞു വരികയാണ്. ബൈബിൾ വെറുമൊരു കഥയല്ല, അത് ചരിത്രപരമായി സത്യമാണ്. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേവലം അന്ധമായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ലോക പ്രശസ്തരായ പുരാവസ്തു ഗവേഷകർ മണ്ണിനടിയിൽ നിന്നും കണ്ടെത്തിയ തെളിവുകളുടെയും ശാസ്ത്രീയ സത്യങ്ങളുടെയും മതേതര ചരിത്രകാരന്മാരുടെ രേഖകളുടെയും അടിസ്ഥാനത്തിൽ ബൈബിൾ സത്യമാണെന്ന് സമർത്ഥിക്കുന്ന 7 ശക്തമായ തെളിവുകളെ കുറിച്ചാണ്. നിങ്ങളുടെ ചിന്തകളെ മാറ്റിമറിക്കാൻ പോകുന്ന ഈ വിവരങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കാൻ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. വെൽക്കം ടു യേശു നല്ല ഇടയൻ ഹിസ്റ്ററി ഓഫ് ബൈബിൾ. പിന്നെ ഒരു കാര്യം, വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ഫോളോ കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യത്തെ തെളിവിലേക്ക് കടക്കാം. പുരാവസ്തു ഗവേഷണം 19-ാം നൂറ്റാണ്ടിലെ പ്രമുഖ ചരിത്ര വിമർശകർ പറയുന്നത് ബൈബിളിൽ പരാമർശിക്കുന്ന പല നഗരങ്ങളും സാമ്രാജ്യങ്ങളും ഭരണാധികാരികളും എഴുത്തുകാരുടെ ഭാവന മാത്രമാണെന്നാണ്. എന്നാൽ മണ്ണ് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ധാരണകളെല്ലാം തകിടം മറിഞ്ഞു. നമുക്ക് 3 പ്രധാന കണ്ടെത്തലുകൾ പരിശോധിക്കാം. ഒന്നാമത്തേത് ഹിത്യരുടെ സാമ്രാജ്യം. പഴയ നിയമത്തിൽ അബ്രഹാമിന്റെ കാലം മുതൽ ദാവീദിന്റെ കാലം വരെ ഹിത്യർ എന്ന ശക്തരായ ഒരു ജനവിഭാഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ ബൈബിളിലല്ലാതെ ലോക ചരിത്രത്തിൽ ഒരിടത്തും ഇവരെ കുറിച്ചുള്ള രേഖകൾ ഇല്ലാതിരുന്നതിനാൽ വിമർശകർ ഇത് തള്ളിക്കളഞ്ഞു. എന്നാൽ 1906 ജർമ്മൻ പുരാവസ്തു ശാസ്ത്രജ്ഞനും ഭാഷാ ശാസ്ത്രജ്ഞനുമായ ഹ്യൂഗോ വിൻക്ലർ ഇന്നത്തെ തുർക്കിയിലെ ബോഗാസ്കോ എന്ന സ്ഥലത്ത് നടത്തിയ ഖനനത്തിൽ ഹിത്യരുടെ വലിയൊരു തലസ്ഥാന നഗരം തന്നെ കണ്ടെത്തി. 10,000-കണക്കിന് കളിമൺ ഫലകങ്ങളും അവിടുത്തെ കൊട്ടാര അവശിഷ്ടങ്ങളും അവർ കണ്ടെടുത്തു. ബൈബിൾ പറഞ്ഞ ആ മഹാസാമ്രാജ്യം ചരിത്രത്തിൽ സത്യമായിരുന്നു എന്ന് ഹ്യൂഗോ വിൽക്കൻ ലോകത്തിന് തെളിയിച്ചു കൊടുത്തു. രണ്ടാമത്തേത് ഡെൽഡാൻ ഫലകവും ദാവീദ് രാജാവും. ഇസ്രയേലിലെ ഏറ്റവും പ്രശസ്തനായ രാജാവായിരുന്നു ദാവീദ്. കേവലം ഒരു നാടോടി കഥയിലെ കഥാപാത്രം മാത്രമാണെന്ന് ചരിത്രകാരന്മാർ വാദിച്ചിരുന്നു. എന്നാൽ 1993 പ്രശസ്ത ഇസ്രയേലി പുരാവസ്തു ഗവേഷകനായ ഡോക്ടർ അബ്രാവിൻ ബീരാം വടക്കൻ ഇസ്രയേലിലെ ഡെൽഡാൻ എന്ന സ്ഥലത്ത് ഖനനം നടത്തുമ്പോൾ 9-ാം നൂറ്റാണ്ടിലെ ഒരു കരിങ്കൽ ഫലകം കണ്ടെത്തി. അരാമ്യ ഭാഷയിലെഴുതിയ ആ ഫലകത്തിൽ ബൈറ്റ് ഡാവിഡ്, ഹൗസ് ഓഫ് ഡേവിഡ് അല്ലെങ്കിൽ ദാവീദിന്റെ ഗൃഹമെന്ന് വ്യക്തമായി കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. ദാവീദ് രാജാവ് ചരിത്രത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണെന്ന് തെളിയിക്കാൻ ഡോക്ടർ അബ്രാവിൻ ബീരാമിന് ഈ കണ്ടെത്തലിന് സാധിച്ചു. മൂന്നാമത്തേത് നെബുഖദ്നേസറും ബാബിലോണും. ബൈബിളിലെ ദാനിയേലിന്റെ പുസ്തകത്തിൽ നെബുഖദ്നേസർ രാജാവിനെ കുറിച്ചും ബാബിലോൺ സാമ്രാജ്യത്തെ കുറിച്ചും വിശദമായി പറയുന്നുണ്ട്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ജർമ്മൻ പുരാവസ്തു ശാസ്ത്രജ്ഞനായ റോബർട്ട് കോൾവി ഇന്നത്തെ ഇറാഖിൽ നടത്തിയ ശാസ്ത്രീയമായ ഖനനത്തിലൂടെ ബാബിലോണിലെ അത്ഭുതകരമായ കൊട്ടാരങ്ങളും ഇഷ്താർ വാതിലും നെബുഖദ്നേസർ രാജാവിന്റെ പേര് കൊത്തിയ ലക്ഷക്കണക്കിന് ചുടുകട്ടകളും കണ്ടെടുത്തു. ബൈബിൾ വിവരിച്ച അതേ ബാബിലോൺ നഗരത്തിന്റെ രൂപരേഖ തന്നെയാണ് റോബർട്ട് കോൾവി പുറത്തെടുത്തത്. നമ്മുടെ രണ്ടാമത്തെ തെളിവ് ബൈബിളിന്റെ അതുല്യമായ ഘടനയും അതിന്റെ ഒരുമയുമാണ്. ഇതൊരു പുസ്തകമല്ല, മറിച്ച് 66 പുസ്തകങ്ങൾ അടങ്ങിയ ഒരു ലൈബ്രറിയാണ്. ഏതെങ്കിലും ഒരു സാധാരണ പുസ്തകം എഴുതപ്പെടുന്ന രീതിയും ബൈബിൾ എഴുതപ്പെട്ട രീതിയും തമ്മിൽ താരതമ്യം ചെയ്താൽ ഇതിന്റെ പിന്നിലെ ദൈവിക കയ്യൊപ്പ് നമുക്ക് മനസ്സിലാവും. വിവിധ എഴുത്തുകാർ ബൈബിൾ എഴുതിയത് ഒരൊറ്റ വ്യക്തിയല്ല, ഏകദേശം 40-ലധികം ആളുകൾ ചേർന്നാണ് ഇത് എഴുതിയത്. ഇവരിൽ രാജാക്കന്മാർ അതിൽ സോളമൻ, ആട്ടിടയന്മാരിൽ ആമോസ്, മീൻപിടുത്തക്കാരിൽ പത്രോസ്, ഡോക്ടർമാരിൽ ലൂക്കോസ്, സൈനികരിൽ യോശുവ, നികുതി പിരിവുകാരിൽ മത്തായി എന്നിങ്ങനെ സമൂഹത്തിലെ വിവിധ തട്ടിലുള്ളവർ ഉണ്ടായിരുന്നു. ഈ എഴുത്തുകാരെല്ലാം ഒരേ നൂറ്റാണ്ടിൽ ജീവിച്ചവരല്ല. ഏകദേശം 1500-ലധികം വർഷങ്ങളുടെ വലിയൊരു കാലയളവിലാണ് ബൈബിൾ എഴുതപ്പെട്ടത്. വിവിധ സ്ഥലങ്ങളും ഭാഷകളും ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് എന്നീ 3 ഭൂഖണ്ഡങ്ങളിൽ ഇരുന്ന് ഹീബ്രു, അരമായ, ഗ്രീക്ക് എന്നീ 3 വ്യത്യസ്ത ഭാഷകളിലാണ് ഇത് എഴുതിയത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരേ നാട്ടിൽ ജീവിക്കുന്ന ഒരേ വിദ്യാഭ്യാസമോ പശ്ചാത്തലമോ ഉള്ള 5 വ്യക്തികളോട് ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് ഒരു പുസ്തകം എഴുതാൻ ആവശ്യപ്പെട്ടാൽ അതിൽ എത്രത്തോളം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. എന്നാൽ 1500 വർഷങ്ങൾക്കിടയിൽ ജീവിച്ചിരുന്ന പരസ്പരം കണ്ടിട്ടില്ലാത്ത ഈ 40-ലധികം എഴുത്തുകാർ എഴുതിയ പുസ്തകത്തിൽ ആശയപരമായ യാതൊരു വൈരുദ്ധ്യമില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ ആരംഭിക്കുന്ന മനുഷ്യന്റെ വീഴ്ചയും തുടർന്ന് ദൈവത്തിന്റെ രക്ഷാപദ്ധതിയായ യേശുക്രിസ്തുവിലേക്കുള്ള പ്രയാണവും
ഒടുവിൽ വെളിപാട് പുസ്തകത്തിൽ കാണുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും ഇവയെല്ലാം ഒരൊറ്റ നൂലിൽ കോർത്ത മുത്തുകൾ പോലെ കൃത്യമായി ഇണങ്ങി നിൽക്കുന്നു. ഇതിന്റെ പിന്നിൽ ഒരു മാസ്റ്റർ ഡിസൈനർ അഥവാ ദൈവമുണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. മൂന്നാമത്തെ തെളിവ് ചരിത്രത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു കണ്ടെത്തലുകളിൽ ഒന്നായ ചാവുകടൽ ചുരുളുകളാണ്. ബൈബിളിൽ പലതവണ കയ്യെഴുത്ത് പ്രതികളായി പകർത്തി എഴുതിയപ്പോൾ അതിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകാം എന്ന് കരുതിയ വിമർശകരുടെ വായടപ്പിച്ച കണ്ടെത്തലായിരുന്നു ഇത്. ആരാണ് ഇത് കണ്ടെത്തിയതെന്ന് നമുക്ക് നോക്കാം. 1947 ഇസ്രയേലിലെ ചാവുകടലിന് സമീപമുള്ള കുമ്രാൻ ഗുഹകളിൽ ആടുകളെ മേച്ച് നടന്നിരുന്ന മുഹമ്മദ് അബ്ദിബ് എന്ന കൊച്ചു ഇടയബാലനാണ് യാദൃശികമായി ഈ ചുരുളുകൾ അടങ്ങിയ മൺപാത്രങ്ങൾ കണ്ടെത്തുന്നത്. തുടർന്ന് പ്രശസ്ത അമേരിക്കൻ പുരാവസ്തു ശാസ്ത്രജ്ഞനായ വില്യം എഫ് ആൽബ്രൈറ്റ്, ഇസ്രയേലി പുരാവസ്തു ശാസ്ത്രജ്ഞനായ എലിയാസർ സ്വിഗേനിക് എന്നിവർ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും വിശദമായ പഠനങ്ങൾ നടത്തുകയും ചെയ്തു. ഇതിന്റെ പ്രാധാന്യം എന്തെന്ന് നോക്കാം. ഈ ഗുഹകളിൽ നിന്ന് കണ്ടെടുത്തത് ക്രിസ്തുവിന് മുൻപ് 2-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ബൈബിളിലെ പഴയ നിയമ പുസ്തകങ്ങളുടെ, പ്രത്യേകിച്ച് ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം പൂർണ്ണമായി പകർപ്പുകളായിരുന്നു. അതുവരെ ശാസ്ത്രലോകത്തിന് ലഭ്യമായിരുന്ന ഏറ്റവും പഴയ ഹീബ്രു ബൈബിൾ പകർപ്പ് AD 10-ാം നൂറ്റാണ്ടിലെ അലൈപ്പ കൊഡെക്സ് ആയിരുന്നു. എന്നാൽ ചാവുകടൽ ചുരുളുകൾ കണ്ടെത്തിയതോടെ ബൈബിൾ ചരിത്രം പെട്ടെന്ന് 1000 വർഷം പിറകിലോട്ട് പോയി. ശാസ്ത്രജ്ഞർ ഈ 2 പകർപ്പുകൾ, അതായത് ക്രിസ്തുവിന് മുൻപുള്ളതും AD 10-ാം നൂറ്റാണ്ടിലുള്ളതും തമ്മിൽ ഒത്തുനോക്കിയപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. 1000 വർഷത്തോളം മനുഷ്യർ പകർത്തി എഴുതിയിട്ടും അക്ഷരങ്ങളിലോ ആശയങ്ങളിലോ യാതൊരു മാറ്റവും വരാതെ 99.5% കൃത്യതയോടെയാണ് ബൈബിൾ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ബൈബിൾ വചനങ്ങൾ തലമുറകളായി ഒരു മാറ്റവും കൂടാതെയാണ് നമ്മുടെ കൈകളിൽ എത്തിയതെന്ന് തെളിയിക്കാൻ വില്യം എഫ് ആൽബ്രറ്റിന്റെയും സഹപ്രവർത്തകരുടെയും പഠനങ്ങൾക്കായി 4ാമത്തെ തെളിവ് പ്രവചനങ്ങളുടെ അത്ഭുതകരമായ നിവൃത്തിയാണ്. ലോകത്തിലെ മറ്റൊരു മതഗ്രന്ഥത്തിനും ഇത്രയധികം കൃത്യമായ പ്രവചനങ്ങളും അവയുടെ ചരിത്രപരമായ നിവൃത്തിയും കാണാൻ കഴിയില്ല. ബൈബിളിൽ ആയിരക്കണക്കിന് പ്രവചനങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചിലത് നമുക്ക് നോക്കാം. ഇസ്രയേലിന്റെ പുനഃസ്ഥാപനം. ക്രിസ്തുവിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ബൈബിളിലെ പ്രവാചകന്മാർ പ്രവചിച്ചു ഇസ്രയേൽ ജനത ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് ചിതറിപ്പോകുമെന്നും, എന്നാൽ അന്ത്യകാലത്ത് ദൈവം അവരെ വീണ്ടും തങ്ങളുടെ സ്വന്തം ദേശത്തേക്ക് മടക്കി കൊണ്ടുവരുമെന്നും, ലോക ചരിത്രത്തിൽ സ്വന്തം രാജ്യവും ഭാഷയും നഷ്ടപ്പെട്ട് 1090 വർഷത്തിലധികം ലോകം മുഴുവനും ചിതറിപ്പാർത്തിട്ടും തങ്ങളുടെ ഐഡന്റിറ്റി നഷ്ടപ്പെടാതെ 1948 ഒരൊറ്റ ദിവസം കൊണ്ട് ഇസ്രയേൽ എന്ന രാജ്യം വീണ്ടും ജനിച്ചത് ബൈബിൾ പ്രവചനങ്ങളുടെ ഏറ്റവും വലിയ തെളിവാണ്. അടുത്തത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ. യേശു ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചു അവിടുന്ന് ഒരു കന്യകയിൽ നിന്ന് ജനിക്കുമെന്നും. യെശയ്യാവ് 7:14. അവിടുത്തെ സ്വന്തം ജനങ്ങൾ തള്ളിക്കളയുമെന്നും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ക്രൂശിക്കപ്പെടുമെന്നും. യെശയ്യാവ് 53. യേശു ക്രൂശിക്കപ്പെടുമ്പോൾ വസ്ത്രങ്ങൾക്കായി പടയാളികൾ ചീട്ടിടുമെന്ന് ക്രിസ്തുവിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് ദാവീദ് രാജാവ് സങ്കീർത്തനം 22:18 എഴുതി വെച്ചു. കുരിശുമരണം എന്ന ശിക്ഷാവിധി ലോകത്ത് നിലവിൽ വരുന്നതും നൂറ്റാണ്ടുകൾക്ക് മുൻപാണ് ഇത് എഴുതിയത് എന്നത് ഓർക്കണം. അടുത്തത് ബാബിലോണിന്റെ നാശം. യെശയ്യാവ് 13:19-20 അക്കാലത്തെ ലോക മഹാശക്തിയായിരുന്ന ബാബിലോൺ നഗരം എന്നേക്കുമായി നശിക്കപ്പെടുമെന്നും പിന്നീട് അവിടെ ആരും പാർക്കയില്ലെന്നും പ്രവചിച്ചു. ഇന്ന് ആ മഹാനഗരം കിടക്കുന്ന ഇറാഖിലെ പ്രദേശം വെറും ഒരു മരുഭൂമിയായി അവശേഷിക്കുന്നു. ലോകത്തിൽ മറ്റൊരു മനുഷ്യന് പ്രവചിക്കാൻ കഴിയാത്ത ഇത്തരം ചരിത്ര സംഭവങ്ങൾ മുൻകൂട്ടി പറയാൻ ബൈബിൾ പ്രവാചകന്മാർക്ക് കഴിഞ്ഞത് അവർക്ക് ദൈവിക വെളിപാട് ലഭിച്ചതുകൊണ്ടാണ്. 5ാമത്തെ തെളിവ് ശാസ്ത്രീയമായ കൃത്യതയാണ്. ബൈബിൾ ശാസ്ത്രം പഠിപ്പിക്കാൻ എഴുതിയ പുസ്തകമല്ല. എന്നാൽ ശാസ്ത്രം വികസിക്കുന്നതിനും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അക്കാലത്തെ ശാസ്ത്രജ്ഞർക്ക് പോലും അറിവില്ലാതിരുന്ന പല പ്രപഞ്ച സത്യങ്ങളും ബൈബിൾ എഴുത്തുകാർ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1ാമത്തേത് ശൂന്യതയിൽ നിൽക്കുന്ന ഭൂമി. പഴയ കാലത്ത് മനുഷ്യർ വിശ്വസിച്ചിരുന്നത് ഭൂമി പരന്നതാണെന്നും അത് ഭീമാകാരന്മാരായ ആനകളുടെയോ വലിയ ആമയുടെയോ പുറത്താണ് നിൽക്കുന്നതെന്നുമാണ്. എന്നാൽ ബൈബിളിലെ ഏറ്റവും പഴയ പുസ്തകങ്ങളിൽ ഒന്നായ ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഇയ്യോബ് 26:7 എഴുതിയിരിക്കുന്നത് അവിടുന്ന് ഭൂമിയെ ശൂന്യതയിൽ തൂക്കിയിരുന്നു എന്നാണ്. ഗ്രാവിറ്റിയെ കുറിച്ചോ സ്പേസിനെ കുറിച്ചോ മനുഷ്യന് അറിവില്ലായിരുന്ന കാലത്താണ് ബൈബിൾ ഇത് പറഞ്ഞത്. 2ാമത്തേത് ഭൂമിയുടെ ഗോളാകൃതി. ഭൂമി പരന്നതാണെന്ന് മനുഷ്യർ വിശ്വസിച്ചിരുന്ന കാലത്ത് യെശയ്യാവ് 40:22 എഴുതിയിരിക്കുന്നു അവിടുന്ന് ഭൂമിയുടെ വൃത്തത്തിന്മേൽ വസിക്കുന്നു. ഇവിടെ വൃത്തം എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത് ഹീബ്രു എന്ന വാക്ക് ഹുഗ് എന്നാണ്. ഇതിന്റെ അർത്ഥം ഭൗതികമായ ഗോളാകൃതി എന്നാണ്.
മൂന്നാമത്തത് ജലചക്രം. സമുദ്രത്തിലെ വെള്ളം ആവിയായി മേഘങ്ങളാകുന്നതും പിന്നീട് അത് മഴയായി പെയ്യുന്നതുമായ ജലചക്രം ശാസ്ത്രം കൃത്യമായി മനസ്സിലാക്കുന്നത് 16-ാം നൂറ്റാണ്ടിലാണ്. എന്നാൽ ബൈബിളിൽ സഭാപ്രസംഗകൻ 1:7 എഴുതിയിരിക്കുന്നു, എല്ലാ നദികളും സമുദ്രത്തിലേക്ക് ഒഴുകുന്നു, എങ്കിലും സമുദ്രം നിറയുന്നില്ല. നദികൾ എവിടെ നിന്ന് പുറപ്പെടുന്നുവോ അവിടെ തന്നെ അത് മടങ്ങുന്നു. ഇയ്യോബ് 36:27-28 ഇതേ ജലചക്രത്തെ കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. ശാസ്ത്രം കണ്ടെത്തുന്നതിന് മുൻപേ ബൈബിൾ ഇതെല്ലാം രേഖപ്പെടുത്തി വെച്ചിരുന്നു. 6ാമത്തെ തെളിവ് ബൈബിളിന് പുറത്തുള്ള മതേതര ചരിത്രകാരന്മാരുടെ സാക്ഷ്യങ്ങളാണ്. പലരും ചോദിക്കാറുണ്ട്, ബൈബിൾ സംഭവങ്ങൾ സത്യമാണെന്ന് തെളിയിക്കാൻ ക്രിസ്ത്യാനികളല്ലാതെ ചരിത്രകാരന്മാരുടെ വല്ല രേഖകളുമുണ്ടോ എന്ന്. തീർച്ചയായും ഉണ്ട്. യേശുക്രിസ്തു ജീവിച്ചിരുന്നതിനും അവിടുത്തെ അത്ഭുതങ്ങൾക്കും സാക്ഷ്യം വഹിച്ച പ്രമുഖരായ ചില ചരിത്രകാരന്മാരെ പരിചയപ്പെടാം. 1. ഫ്ലാവിയസ് ജോസിഫസ്. 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വളരെ പ്രശസ്തനായ ഒരു യഹൂദ ചരിത്രകാരനാണ് ഫ്ലാവിയസ് ജോസിഫസ്. അദ്ദേഹം എഴുതിയ ആന്റിക്വിറ്റീസ് ഓഫ് ദി ജൂസ് എന്ന ഗ്രന്ഥത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. യേശു വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരുന്ന ആളാണെന്നും പീലാത്തോസ് അദ്ദേഹത്തെ കുരിശുമരണത്തിന് വിധിച്ചുവെന്നും 3-ാം ദിവസം അദ്ദേഹം ജീവനോടെ ഉയർത്തെഴുന്നേറ്റതായി അനുയായികൾ സാക്ഷ്യപ്പെടുത്തിയെന്നും ജോസിഫസ് തന്റെ ഔദ്യോഗിക ചരിത്ര ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2. ടാസിറ്റസ്. റോമൻ സാമ്രാജ്യത്തിലെ ഏറ്റവും വിശ്വസ്തനായ ചരിത്രകാരനായിരുന്നു കോർണേലിയസ് ടാസിറ്റസ്. നീറോ ചക്രവർത്തി റോം നഗരം കത്തിച്ചതിനെ തുടർന്ന് എഴുതുമ്പോൾ ടാസിറ്റസ് ഇങ്ങനെ രേഖപ്പെടുത്തി, ക്രിസ്തുവിൽ നിന്നാണ് ഈ പേര് ക്രിസ്ത്യാനികൾ ഉണ്ടായത്. തിബേരിയോസ് ചക്രവർത്തിയുടെ ഭരണകാലത്ത് പന്തിയോസ് പീലാത്തോസ് അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചു. ഈ ചരിത്രകാരന്മാരൊന്നും യേശുവിന്റെ അനുയായികളോ ക്രിസ്ത്യാനികളോ ആയിരുന്നില്ല, മറിച്ച് ബൈബിളിനെ എതിർത്തിരുന്ന ചരിത്രകാരന്മാരായിരുന്നു. എന്നിട്ടും അവർ ബൈബിളിൽ പറഞ്ഞ കാര്യങ്ങൾ ചരിത്രപരമായ സത്യമാണെന്ന് തങ്ങളുടെ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തി. 7ാമത്തേത് ഏറ്റവും ഹൃദയസ്പർശിയുമായ തെളിവ് മാറ്റിമറിക്കപ്പെടുന്ന മനുഷ്യ ജീവിതങ്ങളാണ്. ലോകത്തിൽ കോടിക്കണക്കിന് മനുഷ്യരുടെ സ്വഭാവത്തെയും ജീവിതത്തെയും മാറ്റാൻ ബൈബിളിന് കഴിഞ്ഞിട്ടുണ്ട്. കൊടും കുറ്റവാളികളും മദ്യത്തിനും ലഹരിക്കും അടിമപ്പെട്ടവരും ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ട് ആത്മഹത്യയുടെ വക്കിലെത്തിയവരും ബൈബിളിലെ ദൈവവചനം വായിച്ചിട്ട് പുതിയ മനുഷ്യരായി മാറിയിട്ടുണ്ട്. ഇതിനൊരു വലിയ ചരിത്രപരമായ തെളിവുണ്ട്. അപ്പോസ്തലന്മാരുടെ മരണം. യേശുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം അവിടുത്തെ ശിഷ്യന്മാർ റോമൻ സാമ്രാജ്യത്തിന്റെ കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങി രക്തസാക്ഷികളായി മരിച്ചു. പത്രോസിനെ തലകീഴായി കുരിശിച്ചു. പൗലോസിന്റെ തല വെട്ടിമാറ്റി മറ്റു ശിഷ്യന്മാരെ മൃഗങ്ങൾക്ക് തീറ്റയായി എറിഞ്ഞുകൊടുത്തു. ഒരു നിമിഷം ചിന്തിക്കുക, അവർ പ്രചരിപ്പിച്ചത് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ കുറിച്ചുള്ള ഒരു നുണക്കഥയായിരുന്നു എങ്കിൽ അവർ ഉണ്ടാക്കിയ ഒരു കള്ളക്കഥയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ? ഇല്ല. അവർ കണ്ടതും അനുഭവിച്ചതുമായ സത്യത്തിന് വേണ്ടി മാത്രമാണ് അവർ ജീവൻ ബലി നൽകിയത്. ബൈബിളിന്റെ ജീവനുള്ള തെളിവ് ഇന്നും ലോകമെമ്പാടും പ്രത്യാശയുടെ ജീവിക്കുന്ന ഓരോ വിശ്വാസിയുടെയും ജീവിതമാണ്. പ്രിയ സുഹൃത്തുക്കളെ, പുരാവസ്തു ശാസ്ത്രജ്ഞനായ ഹ്യൂഗോ വിൻക്ലറും ഡോക്ടർ അബ്രാഹം ബീരാനും മണ്ണിനടിയിൽ നിന്ന് കണ്ടെടുത്ത ചരിത്രരേഖകൾ മുതൽ ചാവുകടലിലെ കൊച്ചു ഇടയബാലൻ കണ്ടെത്തിയ ചുരുളുകൾ വരെയും പ്രവചനങ്ങളും ശാസ്ത്രീയ സത്യങ്ങൾ വരെയും നമ്മൾ ഇന്ന് വിശകലനം ചെയ്തു. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, ബൈബിൾ കേവലം മനുഷ്യന്റെ ഭാവനയല്ല, അത് കാലാതീതനായ ദൈവത്തിന്റെ ജീവനുള്ള വചനമാണ്. ഈ 7 തെളിവുകളിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് എന്താണെന്ന് താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ തയ്യാറാക്കാൻ ഒരുപാട് ഗവേഷണങ്ങളും സമയവും എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഗ്രൂപ്പുകൾക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നന്ദി.